ഹലോ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റിച്ച് സ്ട്രോബെറി കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് 2 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും ഒരു 1 കപ്പ് സവർ ക്രീമും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി എല്ലാം ബീറ്റ് ചെയ്തെടുക്കുക. രണ്ട് കപ്പ് ഫ്ലവറാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് ഫ്ലവർ ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ കപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സ്ട്രോബെറീസ് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്, ഏത് ഷേപ്പിലും ഏത് സൈസിലൊക്കെ വേണമെന്ന്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രം കേക്ക് ട്രേയിൽ ഫില്ല് ചെയ്യുക. അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത സ്ട്രോബെറീസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി നമ്മൾ ഫില്ല് ചെയ്യും. മേലെ കുറച്ച് സ്ട്രോബെറീസും കൂടി വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. കേക്കിൻ്റെ ടോപ്പിൽ സ്ട്രോബെറീസ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, വല്ലാണ്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 60 മിനിറ്റാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഒന്നും കൂടി കിടിലനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പിൽ മാത്രം. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായി. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്കായിട്ട് നല്ല സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.